സീസൺ ആണല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്നത് കൈ കൊടുത്ത് ചമ്മിപ്പോവുക എന്നതാണ്. ടൊവിനോ തോമസും ബെയ്സിൽ ജോസഫും തുടങ്ങി വെച്ച കൈ കൊടുക്കൽ ക്ലബിലേക്ക് ഓരോ ദിവസവും പുതിയ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഭാവനയും രമ്യ നമ്പീഷിനും ഒരുമിച്ചുള്ള ഒരു വീഡിയോയിൽ ക്രിക്കറ്റ് കളിക്കാർക്ക് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രമ്യ നമ്പീഷിനെ കാണാതെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ പോകുന്നതും അല്പം ചമ്മിയ മുഖത്തോടെ താരം നിൽക്കുന്നതുമായ വീഡിയോ വൈറലായത്. ഇപ്പോഴിതാ അതിന് പിന്നാലെ പുതിയ എൻട്രിയുമായി കൈ കൊടുക്കൽ ക്ലബിലേക്ക് ഒരാൾ കൂടി എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല ഈ പ്രാവശ്യം അതിലേക്ക് എത്തിയിരിക്കുന്നത്. അത് മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. ഒരു കൊച്ചുകുട്ടിക്ക് കൈ കൊടുക്കാൻ പോയപ്പോഴാണ് മമ്മൂട്ടിക്ക് ചെറിയ രീതിയിൽ അബദ്ധം പറ്റിയത്. വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഒരു കൊച്ചുകുട്ടി നടന്നു വരുമ്പോൾ ആ കുട്ടിക്ക് മമ്മൂട്ടി കൈ കൊടുക്കാൻ പോകുന്നത് കാണാം. എന്നാൽ ആ കുട്ടി താരത്തിന് കൈ കൊടുക്കാതെ അടുത്തു നിന്നിരുന്ന ഇക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറും പ്രമുഖ മലയാളി വ്യവസായിയുമായ CP സാലിഹിന് കൈ കൊടുത്തു. അപ്പോഴേക്കും മമ്മൂട്ടി കൈവിരൽ നീട്ടിപ്പിടിച്ച് ഷേക്ക് ഹാൻഡിനായി കുട്ടിയെ നോക്കി ചിരിക്കുന്നുണ്ട്. സാലിക്കുടനെ തന്നെ കുട്ടിയെ തിരിച്ച് മമ്മൂട്ടിയെ കാണിച്ചു കൊടുക്കുന്നു. അതോടെ മമ്മൂട്ടിക്ക് കുട്ടി കൈ കൊടുക്കുന്നുണ്ട്. സംവിധായകൻ മഹേഷ് നാരായൺ, നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫ് തുടങ്ങിയവരെയും വീഡിയോയിൽ കാണാം. നിറഞ്ഞ ചിരിയോടെയാണ് മമ്മൂട്ടി ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നത്. രസകരമായ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ടൊവിനോയ്ക്കും ബേസിലിനും ഇത് ആഘോഷരാവ്. അവരുടെ യൂണിവേഴ്സിൽ മമ്മൂക്കയും. അങ്ങനെ മമ്മൂക്കയും കൈകൊടുക്കൽ ക്ലബിലെത്തി എന്നിങ്ങനെയാണ് കമന്റുകൾ. കഴിഞ്ഞ മാസം കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ സൂപ്പർ ലീഗ് കേരളയുടെ ഉദ്ഘാടന പതിപ്പിന്റെ ഫൈനൽ വേദിയിൽ ബേസിൽ കൈ കൊടുക്കാൻ പോയതും തുടർന്നുണ്ടായ അമളിയും സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയിരുന്നു. കാലിക്കറ്റ് FC ഫോഴ്സ് കൊച്ചി മത്സരം കാണുന്നതിന് ഫോഴ്സ കൊച്ചിയുടെ ഉടമസ്ഥനായ പൃഥ്വിരാജും കാലിക്കറ്റ് FCയുടെ ഉടമസ്ഥനായ ബേസിൽ ജോസഫും എത്തിയിരുന്നു. സമാനതാന ചടങ്ങിനിടെ ഒരു കളിക്കാരന് ബേസിൽ കൈ കൊടുക്കാൻ നീട്ടിയപ്പോൾ അത് കാണാതെ പൃഥ്വിരാജിന് കൈ കൊടുത്ത് ആ താരം മടങ്ങി. സഞ്ജു സാംസൺ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ അത് സോഷ്യൽ മീഡിയയ്ക്ക് ആഘോഷമായി മാറുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൈ കൊടുക്കൽ ട്രോളുകൾ ശ്രദ്ധ നേടാൻ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സുരാജ് വെഞ്ഞാറമൂടിന് ഒരു വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു. പുതിയ ചിത്രമായ EDയുടെ ഓഡിയോ ലോഞ്ചിൽ നടി ഗ്രേസ് ആന്റണിക്ക് കൈ കൊടുക്കാൻ പോയപ്പോഴാണ് സുരാജിന് അബദ്ധം പറ്റിയത്.